മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ട പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറിയോ? കെമിസ്ട്രി ഓഫ് മാറ്റർ, പദാർത്ഥങ്ങളുടെ രസതന്ത്രം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്ററിലെ ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് ഗ്ലാസുകൾ. ഗ്ലാസുകളുടെ പ്രത്യേകതകളെ പറ്റി അതിൽ പറയുന്നുണ്ട്. ഗ്ലാസുകൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് പറയുന്നുണ്ട്. ആ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസുകളൊക്കെ പഠിക്കുന്നുണ്ട്. ഫ്ലിൻറ്റ് ഗ്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ സോഡ ലൈം ഗ്ലാസ് ഉണ്ട്, ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ഉണ്ട്. അങ്ങനെ ഗ്ലാസുകളുടെ ടൈപ്പ് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലാസുകൾക്ക് വ്യത്യസ്തമായ നിറങ്ങളുണ്ട്. ആ നിറങ്ങൾക്ക് കാരണം ആരാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് അറിയാത്ത ചങ്കുകളും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഗ്ലാസിന്റെ പ്രധാനപ്പെട്ട നിറങ്ങൾ, അതാര് നൽകുന്നു എന്നുള്ളതാണ്. മക്കളെ, ആദ്യമായിട്ട് മഞ്ഞ കളർ. ചില ഗ്ലാസ്സുകളൊക്കെ നല്ല മഞ്ഞ കളർ ഉണ്ടാവും അല്ലേ? ആ മഞ്ഞ അല്ലെങ്കിൽ യെല്ലോ കളർ വരാനുള്ള കാരണം ആരാണ്? പഠിച്ചു വെച്ചോളണം മക്കള്, പഠിച്ചു വെച്ചോളണം. അദ്ദേഹത്തിന്റെ പേരാണ് കാഡ്മിയം സൾഫൈഡ് എന്നാണ് പറയുക. കാഡ്മിയം സൾഫൈഡ് മാറിപ്പോരെ. കാഡ്മിയം സൾഫൈഡ് എന്ന കെമിക്കൽ ഉള്ളത് കൊണ്ടാണ് അതിന് എന്ത് കളർ വരാൻ കാരണം? മഞ്ഞ കളർ വരാനുള്ള കാരണം. അപ്പോൾ അത് പല രീതിയിൽ ചോദിക്കും. ഡിഫറെൻറ്റ് കെമിക്കൽസുകളാണ് ഗ്ലാസുകൾക്ക് ഡിഫറെൻറ്റ് കളർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തമായ രാസപദാർത്ഥങ്ങളാണ് ഗ്ലാസുകൾക്ക് വ്യത്യസ്തമായ നിറം കൊടുക്കുന്നത്. തെളിയിക്കുക അല്ലെങ്കിൽ ന്യായീകരിക്കുക അല്ലെങ്കിൽ ഉദാഹരണ സഹിതം എഴുതുക എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആകെ ബേജാറായി പോകും. ആ ബേജാറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു സാധനം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. സോ കാഡ്മിയം സൾഫൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്? മഞ്ഞ കളറാണ്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് അതിന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളറാണ് പച്ച കളർ. ഈ പച്ച കളർ വരാനുള്ള കാരണം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം, ക്രോമിയം ഓക്സൈഡുകളാണ്. ക്രോമിയം ആരാണ് മക്കളെ? പച്ച കളർ വരാനുള്ള കാരണം ക്രോമിയം ഓക്സൈഡ്. ക്രോമിയം ഓക്സൈഡ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു 2 വട്ടം ഉരുവിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് നിൽക്കും. ക്രോമിയം ഓക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന കെമിക്കൽ ഉള്ളത് കൊണ്ടാണ് അതിന് ഗ്രീൻ അല്ലെങ്കിൽ പച്ച ഗ്ലാസുകൾ കാണാനുള്ള കാരണം. ഇനി അടുത്തതായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് നീല കളർ വരാനുള്ള കാരണം? അതിനുള്ള കാരണം ഒരു ഓക്സൈഡ് ആണ്. ആ ഓക്സൈഡിന്റെ പേരാണ് കൊബാൾട്ട് ഓക്സൈഡ് എന്ന് പറയുന്നത്. എന്താണ് മക്കളെ? കൊബാൾട്ട് ഓക്സൈഡ്. മാറിപ്പോരുത്, കൊബാൾട്ട് ഓക്സൈഡ്. അതേപോലെ തന്നെ ഗോൾഡ് ക്ലോറൈഡ്, ഒരു റൂബി റെഡ് ഒക്കെ കൊടുക്കുന്ന കളറാണ്. അപ്പൊ പ്രധാനമായിട്ടും ഈ 3 കളറുകളും 3 കെമിക്കലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുക. അപ്പോൾ ഒന്നുകൂടി നോക്കാം നമുക്ക്. മഞ്ഞ കളർ വരാനുള്ള കാരണം കാഡ്മിയം സൾഫൈഡ് ആണ്. ഗ്രീൻ കളർ വരാനുള്ള കാരണം ക്രോമിയം ഓക്സൈഡ് ആണ്. അതേപോലെ തന്നെ ബ്ലൂ കളർ കാണാനുള്ള കാരണം കൊബാൾട്ട് ഓക്സൈഡ് ആണ്. ഏതാണ് മക്കളെ? കൊബാൾട്ട് ഓക്സൈഡ്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങളുടെ ലിസ്റ്റിൽ എന്തുണ്ടായിരിക്കണം? ഈ ഒരു ടോപ്പിക് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ പേപ്പറിലേക്ക് എഴുതി വെക്കുക. ഉറപ്പായിട്ടും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. അത് 1 മാർക്ക് ആവാം, 2 മാർക്ക് ആവാം, ഇനി 3 മാർക്കും ആവാം. ഏതായാലും ശരി, നമ്മൾ ഈ പോയിന്റുകളാണ് അതിലേക്ക് പഠിച്ചു വെക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് വൃത്തിയായിട്ട് ചെയ്തു വെക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറന്നു പോരുത്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്യുക. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. വീണ്ടും കാണാം മക്കളെ. ഗുഡ് ബൈ.